ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ അവിടെ അത്ര സുഖത്തിലല്ല. അതിന് മനസ്സിലായിട്ട് ഒന്ന് വന്നിട്ടൊരു വെയ്യാത്ത ദിവസത്തെ സ്റ്റഡി വ്ളോഗാണ്. ഞാൻ അത് കുറേ ദിവസമായി വിചാരിക്കുന്നു ഈ വെയ്യാത്ത ദിവസത്തെ ഒരു സ്റ്റഡി വ്ളോഗ് എടുക്കണം. എനിക്ക് വലിയ ഇഷ്ടമാണ് അത് വെയ്യാത്ത ദിവസത്തെ സ്റ്റഡി വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഞായറാഴ്ച മുതൽ പനിയാണ്, ഞായറാഴ്ച തുടങ്ങിയിട്ടുള്ള പനിയാണ്, ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ ഈ മാസം ഒന്നും ലീവ് എടുക്കരുത് വിചാരിച്ചു. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഈ മാസം ഒന്നും ജൂണിലൊന്നും ലീവ് എടുക്കരുത് വിചാരിച്ചിരുന്നു. പക്ഷെ 4 ലീവായി ഇപ്പോൾ തന്നെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ബസ് പോയിട്ട് കിട്ടിയില്ല, ബസ് കിട്ടിയില്ല, അങ്ങനെ ഒരു ലീവ്. ഒന്ന് ഒരു സുഖമില്ലായിട്ട് ഒരു വെറുതെ ലീവ് എടുത്ത്. രണ്ടരപ്പോൾ തിങ്കളും ചൊവ്വയും ഇപ്പോൾ പനി കാരണം ലീവ് എടുത്ത്. തിങ്കളാഴ്ച ഈ വീഡിയോ ഞാൻ എടുക്കണം വിചാരിച്ചിരുന്നു. പിന്നെ എടുക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ചക്ക് നല്ല രീതിയിലുള്ള പനി. അന്ന് ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷൻ എടുത്ത് കൈക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവിടുന്ന് മലേറിയ ടെസ്റ്റ് ചെയ്ത് ഇല്ല എന്നാണ് കാണിച്ചത്. ഇതാ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മലേറിയ നോട്ട് സീൻ എന്ന് കാണിച്ചുതരാം. ഇതാ നോട്ട് സീൻ. അങ്ങനെ മലേറിയ ഒന്നും ഇല്ലയെന്ന് തെളിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഗുളികയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഇതാണ് ഗുളിക. അത് പ്ലാസ്റ്റിക്കാണ് സംഭവം. തൊണ്ടവേനയുണ്ട്, നല്ല തലവേനയുണ്ട്. ഗുളിക ഒന്ന് കുടിച്ചോട്ടെ. അപ്പോൾ ഇന്നലെ കാണിച്ച ലിസ്റ്റാണിത്. ഇതൊക്കെയാണ് ഗുളിക. 3 ഗുളിക ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും. ഇതെല്ലാവർക്കും അറിയാൻ മതിയാവുന്ന ഗുളികയാണ്. 1 വീതം 6 മണിക്കൂർ ഇടവിട്ട്. ഇതെല്ലാവർക്കും അറിയുന്ന സാധനമാണ്. പനി വന്നിട്ട് എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും ഇതാണ് എല്ലാവരും തരിക. പാരസെറ്റമോളൊക്കെ ഇതാണ്, ഇതൊക്കെയോ ആണ്. പിന്നെ അടുത്ത ഗുളിക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി 1. ഇത് ആകെ 3 ഇതാണ് കുറേ വേണ്ട. ശരിക്കും തൊണ്ടവേനയ്ക്കുള്ളതാണിത്. നല്ല ഉപകാരമാണ്. ഇത് കുടിച്ചാൽ പെട്ടെന്ന് മാറാറിണ്ടിരിക്കുക. അതിനോണ്ടാണ് ഞാനത് ഡോക്ടറോട് ചോദിക്കാൻ വിചാരിച്ചത്. കുറച്ച് കൂടുതലായിരുന്നു ഈ ഒന്ന്. പിന്നെ പേടി കാരണം ചോദിച്ചില്ല. വെറുതെ ചീത്ത കണ്ടല്ലോ. എന്തിനുണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തിനുള്ളതെന്നറിയില്ല. ഞാൻ കുടിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കാണിത്. പക്ഷേ ഇത് കുടിക്കാനൊക്കെ പറ്റുന്നതാണ് തോന്നുന്നതല്ല. കുടിക്കാൻ പറ്റില്ല, അത് തരില്ലല്ലോ. പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ തരുന്നുണ്ട്, അറിഞ്ഞൂടാ. അപ്പോൾ ഇതൊക്കെയാണ് ഗുളികകൾ. കുറേ കാലമായി വിചാരിക്കുന്ന ഈ വീഡിയോ എടുക്കണമെന്ന്. എന്തായാലും ഇന്നാണ് ഇന്നത്തെ കഴിഞ്ഞില്ല. ഇന്നലെ നല്ല ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. ഞാൻ ഫുൾ ഉറക്കായിരുന്നു ഇന്നലെ. ഒന്ന് ഇതെടുക്കാൻ വിചാരിച്ചു. അന്ന് അധികം പഠിക്കാനൊന്നും തോന്നുന്നില്ല, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ പിന്നെന്താ, നേരെ തുടങ്ങാം. ഒരു കാര്യം പറയാൻ പറഞ്ഞു, എല്ലാവരും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരും അടിച്ചു കയറി വരട്ടെ. എന്തിനങ്ങനെ പേടിക്കുന്നത്? പനിയും തലവേനയൊക്കെ കുറയാത്തതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് നീറ്റ്. 8:30 നീറ്റ്. പിന്നെ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുഡ് കഴിച്ച് വന്നപ്പോൾ 10 മണിയായി. ഇനിയിപ്പോൾ നേരെ തുടങ്ങാൻ പോവാണ്. ഇനി അധികം എന്ത് പറയാനൊന്നും കഴിയാറില്ല. നേരായിട്ട് തുടങ്ങി. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് തുടങ്ങുന്നത്. പാർട്ട് 1 അത് തുടങ്ങി. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 11 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതിനോടെ കഞ്ഞിയും പിന്നെ മോരും ചമ്മന്തി കൂടി മോരും അച്ചാറും കൂടി മിക്സ് ചെയ്തതിൻ്റെ ഒരു കൂട്ടാണ്. അത് എത്തിയിട്ടുണ്ട്. ഇതൊന്ന് കുടിക്കണം. കഞ്ഞി ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും പനി ഒന്നുണ്ടെങ്കിൽ കഞ്ഞി നിർബന്ധമാണ്. അങ്ങനെയാണ് പനി എന്നാൽ കഞ്ഞിയും അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടാവും എന്തായാലും. അത് വളരെ വീട്ടിൽ കിട്ടാൻ മതി. കിട്ടണവരൊന്ന് കമൻറ്റ് ഇടുക. അപ്പം എന്തായാലും ഇതൊന്ന് കുടിച്ചെടുത്താക്കാം. സംഭവം പൊളിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇപ്പോൾ ഏകദേശം 1:25 പാടൊക്കെ കഴിഞ്ഞു. ഒരു മണിക്കൂർ 45 മിനിറ്റിന് അവിടെ ഇരുന്ന് കണ്ടു ഫുള്ള്. പിന്നെ ഞാൻ അവിടെ അതിൻ്റെ ഇടയിൽ കുറേ കൊണ്ടുപോയിട്ട് ഹൈപ്പർ ലാബ്സിൽ വെച്ചിരുന്നു. ഇവിടുന്ന് മഴ ചെയ്യുന്ന ഹൈപ്പർ ലാബ്സിൽ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ കാറ്റൊക്കെ ആയപ്പോൾ ഇങ്ങോട്ട് തന്നെ വെച്ചാണ്. നേരത്തെ ആദ്യം വെച്ചതിൽ തീരെ മഴ ഇല്ല, അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈപ്പർ ലാബ്സിൽ അധികം കുടുങ്ങില്ല. ഇപ്പോഴും നല്ല മഴ ഉണ്ട്, ഇതിലധികം കാണില്ല. പക്ഷേ നേരെ നോക്കിയിട്ട് കാണുള്ളൂ, അവിടേക്കൊന്നും കാണാനില്ല, അത്രയും നല്ല മഴയാണ്. ഇനിയിപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം കാണിച്ചില്ല. ഇതാണ് എൻ്റെ സെറ്റപ്പ്. വെറുതെ ഞാൻ അങ്ങനെ ഒരു പൈസേനോട്ട് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കാന്ത വെച്ചിട്ട് മേലുണ്ട്, ചെറിയ കാന്തം ഒന്നും ആവില്ല. അങ്ങനെ ആവട്ടെ. അങ്ങനെ കാണാൻ കഴിയും, ഇങ്ങനെ കറക്കാനൊക്കെ കഴിയും. കണ്ടോ, അതൊക്കെയാണ് സെറ്റപ്പ്. ഉണ്ടോ, കറങ്ങുന്നുണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണേണ്. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ്. ബ്രേക്ക് എത്ര നേരം ഉണ്ടാവും എന്ന് അറിഞ്ഞൂടാ. കുറച്ച് നേരം ബ്രേക്ക് എടുക്കണമെങ്കിൽ അധികം വയ്യ. കുറച്ച് നേരം ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങണം. അതിനോണ്ട് ഒരു 2:30 ഒക്കെ ഉണ്ടാവില്ല, ഒരു 2:20 2:30 വരെ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ബ്രേക്കാണ്. ഇതാണ് ചോറിന് ഒരു ലെഗ് പീസ് ഇറച്ചിൻ്റെ പകുതി മുറിച്ചാണ്, പകുതിൻ്റെ അനിയന്. പിന്നെ ഇതൊക്കെ ഇനി എന്താ പറയാനുണ്ടോ? അപ്പോൾ ഏകദേശം 3 മണി ആവാനായിട്ടുണ്ട്. ഉറങ്ങിയിട്ട് നീക്കാൻ കുറച്ച് നേരം വൈകിപ്പോയി, 2:45 ആയിപ്പോയി. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഇത്തപ്പോഴാണെങ്കിൽ ഇത് ഓപ്പൺ ആവില്ല. എന്തൊക്കെ കാണിക്കുന്നത്, ഫോർബിഡനോ 403 CSRF വെരിഫിക്കേഷൻ ഫെയിൽഡ് റിക്വസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ ഇപ്പോൾ 2 വട്ടം ലോഗിൻ അടിക്കാൻ നോക്കിയിട്ട് കാണിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. സമ്മ സ്റ്റേഷനറി സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. പശ, പിന്നെ ഇതെന്താ, ഇത് വൈറ്റ്നറാണ്, വൈറ്റ്നർ. ഇതെന്താ, സ്കെച്ച് എന്താണ്, സ്കെച്ച് പെർമനൻറ്റ് മാർക്കർ അങ്ങനെ എന്താണ്. പിന്നെ എന്താ, ഇത് എന്തോ ഒരു നട്ടാണെന്നാണ് പറഞ്ഞത്. എനിക്ക് നല്ല അത്ര ടേസ്റ്റൊന്നും ഇല്ല, എന്തൊരു സാധനമാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് ഓപ്പൺ ആവില്ല. എന്തോ ഓപ്പൺ ആയിട്ടാണ് ഇനിയിപ്പം നോക്കാൻ. എന്തോ ഒന്നും ഓപ്പൺ ആവില്ല, ഇനി എന്താണെന്നും അറിയില്ല, കുറച്ച് നേരം കഴിഞ്ഞോട്ടെ. അപ്പോൾ ഗൈസ് അങ്ങനെ തന്നെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം വൈഫൈ ഹോട്ട്സ്പോട്ടൊക്കെ മാറ്റിയിട്ട് നോക്കിയപ്പോൾ കിട്ടി ഗൈസ്. ഇപ്പോൾ നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് പാർട്ട് 2 ആണ് കാണാൻ പോകുന്നത്. 2 മണിക്കൂറുണ്ട്, കണ്ട് തീർക്കാൻ കഴിയും എന്തായാലും. അപ്പോൾ തുടങ്ങുകയാണ്. എന്നാ ചെയ്യാനാ, തുടങ്ങുക തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും മോട്ടർ അടിക്കാൻ പോകണേണ്. ഇപ്പോൾ എത്രാമത്തെ വീഡിയോയിലാണ് ഈ മോട്ടർ അടിക്കാൻ പോകണമെന്ന് അറിഞ്ഞൂടാ. കുറേ വീഡിയോ എടുക്കുന്ന ദിവസമാണ് മോട്ടർ അടിക്കാൻ ഉണ്ടാവുക. എന്താ അറിഞ്ഞൂടാ അങ്ങനെ വരുന്നത് എന്താന്ന്. ഇവിടേക്ക് നല്ല ബൈക്കുള്ള സ്ഥലമാണ്. മഴ ചെയ്തിട്ടാണെങ്കിൽ അതിനും വലിയ ബൈക്കായിരുന്നു. ഇപ്പോൾ കാണാൻ കഴിയും പോകുന്ന സ്ഥലമേ. എന്തായാലും അവിടെ തട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ താഴത്തെത്തിയിട്ടുണ്ട്. ഇപ്പം മോട്ടറൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ടാണ്. കോടയൊക്കെ എടുത്തിന് മഴയുടെ സീനാണ്. അപ്പോൾ ഗൈസ് ഏകദേശം 7:05 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് എടുത്ത് പറയാൻ മറന്നുപോയി. ചെറിയ ബ്രേക്കൊക്കെ എടുത്തിരുന്നു അതിൻ്റെ ഇടയിൽ, അതൊക്കെ പറയാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഞാൻ സൊല്യൂഷൻസ് ആയിരുന്നു കണ്ടത്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് കണ്ടില്ല, സൊല്യൂഷൻസ് ആയിരുന്നു കണ്ടത്. അതിന് പകരം പാർട്ട് 5 അത് ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഇപ്പം ഇനി കാണാൻ പോണേ എന്താണെന്ന് തീരുമാനിച്ചിന്. അത് കാണാനാണെങ്കിൽ ഇപ്പോൾ ആപ്പ് ഓപ്പൺ ആവില്ല ലാപ്ടോപ്പിൽ. അപ്പോൾ അത് അങ്ങോട്ട് എടുത്ത് വെച്ച് ഞാൻ ഇപ്പോൾ ഇനി ഫോണിലാണ് കാണുന്നത്. അപ്പോൾ ഹൈപ്പർ ലാബ്സിലൊക്കെ ആയില്ല. അപ്പോൾ എന്തായാലും ഇനി കാണാൻ പോണേണ്. അപ്പോൾ ഗൈസ് ചോറിന് ഇതൊക്കെയാണ് കറി. ഇതൊക്കെയാണ് ചോറിന്. അപ്പോൾ അച്ഛൻ എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ. അതത്ര. അപ്പോൾ ഗൈസ് ചോറൊക്കെ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കറണ്ട് ഇലക്ട്രിസിറ്റി ആയിരുന്നു കണ്ടോണ്ടിരുന്നത് എൻ്റെ ഫോണിൽ. ലാപ്പിൽ ഓൺ ആവില്ല, എന്താ അറിയില്ല, ഓൺ ആവില്ല. ഇനിയിപ്പോൾ മരുന്ന് കുടിക്കാനുണ്ട് കുറച്ച്. അത് 2 കുടിക്കാനുള്ളത്. ഒന്ന് ഇത് ഏതാണ്, ഒന്ന് തൊണ്ടവേദനയ്ക്കുള്ളത്, ഒന്ന് എന്തിനുള്ളതെന്ന് അറിയില്ല. പാരസെറ്റമോളും മുളകൊന്നും ഞാൻ കുടിക്കില്ല, അറിയില്ല. ഇത് കുടിച്ചിട്ട് അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം 8:40 ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താ നിർത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പഠിത്തമൊക്കെ നിർത്തുള്ളൂ. പഠിത്തം ഞാൻ തുടങ്ങും. കാരണം ചിത്രം വരെ എടുക്കാനേ കഴിയുള്ളൂ. ഇനി ലാസ്റ്റിക്ക് നിർക്കാനില്ല. ഇപ്പോൾ ഏകദേശം മാറി. രാവിലെ അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു.
ഇപ്പം അധികം ക്ഷീണമൊന്നുമില്ല. ഇന്നലത്തേനും കാട്ടി കുറവുണ്ട്. ഇന്ന് നല്ല കുറവുണ്ട്. ഇനി ഇപ്പം നാളെ സ്കൂളിൽ പോകണം. ചടപ്പ് വരികയാണ്. എന്തായാലും പോകണം. കാത്തുനിന്നിട്ട് കാര്യമില്ല. അപ്പം നല്ല ദിവസം ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷയം എന്താ ഞാൻ പറയുന്നത്? തേങ്ങയോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നലെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നു. ഇന്ന് വന്നിട്ട് എന്ത് പറയുന്നു, അസുഖദിന സ്റ്റേഡിയമിലാണ്.